തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി കല്ലറ പൊളിച്ചു. കല്ലറയിൽ ഇരിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തി. കഴുത്തുവരെ ഭസ്മവും പൂജാദ്രവ്യങ്ങളും നിറച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് സബ് കളക്ടർ OV ആൽഫ്രഡ് പറഞ്ഞു. നടപടിക്രമങ്ങൾ നമ്മൾ ഇപ്പം ബോഡി നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും. മക്കൾ പറഞ്ഞതനുസരിച്ച് സമാധിയായ രീതിയിൽ തന്നെയായിരുന്നു. ഇല്ല, അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് വഴി അറിയിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തുടങ്ങും. പോസ്റ്റ്മോർട്ടം നടപടികൾ നമ്മൾ ചെയ്യും. അതിനുശേഷം നമ്മൾ ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കും. മൃതദേഹം തീർത്തും ജീർണിച്ച അവസ്ഥയിലായിരുന്നു. ഇല്ല, അതൊക്കെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അതൊക്കെ അവർ അന്വേഷണത്തിന് ശേഷം അറിയിക്കുന്നതായി. വിവരങ്ങളുമായി നെയ്യാറ്റിൻകരയിൽ നിന്ന് ഷഫീദ് റാവുത്തറും സജോ ദേവസിയും ഒപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, നാടകീയ സംഭവങ്ങൾ ഉണ്ടാകും, ഒരുപക്ഷെ കുടുംബത്തിന്റെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാകും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കനത്ത സുരക്ഷയിലാണ് അവിടെ നടപടികൾ നടന്നത്. മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. കല്ലറ പൊളിക്കുന്ന നടപടിയിലേക്ക് ഈ വിവാദങ്ങൾക്കൊക്കെ ഇടയിൽ ജില്ലാ ഭരണകൂടം കടന്നു. കല്ലറയിൽ കണ്ടതെന്താണ്? അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന നിഗമനം, അവിടെ കല്ലറയിൽ ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന നടക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ഷഫീദ് റാവുത്തർ? എനിക്ക് മുന്നിൽ കാണുന്നത് ഈ സ്ഥലത്തായിരുന്നു ആ കല്ലറ ഉണ്ടായിരുന്നത്. ആ കല്ലറ ഇപ്പോൾ പൊളിച്ചു. മാത്രമല്ല, അങ്ങോട്ടേക്ക് മാധ്യമങ്ങൾക്ക് ഒരുപാട് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ആ ടാർപോളിന്റെ അകത്താണ് ആ സംഭവം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് സമയത്ത് ഇതിനൊപ്പം ഉണ്ടായിരുന്ന ഒരാളിപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നമ്മളിത് എന്താ ശരിക്കും നമ്മൾ തുറന്നപ്പോ എന്താ കണ്ടേ? ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ സമാധിയായിട്ട് ചമ്മം പൊട്ടി ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഭസ്മമൊക്കെ ഉണ്ടായിരുന്നോ? ഭസ്മം മാത്രമേ കാണാൻ പാടുള്ളൂ. പിന്നെ കർപ്പൂരം ഉണ്ടായിരുന്നു. കർപ്പൂരിന്റെ സ്മെല്ലുണ്ടായിരുന്നു. കഴുത്ത് വരെ മൂടിയിട്ടിരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ ഈ തുറന്നപ്പോ ചേട്ടാ എന്താണ് ആദ്യം തുറന്നപ്പോ പോലീസിന്റെ നടപടികൾ എങ്ങനെയായിരുന്നു? ആദ്യം വന്നിട്ട് ആ മേൽമൂടി മാറ്റുകയാണ് ചെയ്തത്? അല്ല, അവരാദ്യം അളവൊക്കെ എടുത്തു. പരിസരം മറ്റേ അവിടെയുള്ള മണ്ണൊക്കെ ആദ്യം വാരിയെടുത്തായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സാന്നിധ്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ജോലിക്കാർ വെച്ചു ചെയ്തായിരുന്നു. സ്രാവ് പൊക്കി എന്നിട്ട് പുറത്ത് വെച്ചതിന് ശേഷം മൂന്ന് സൈഡ് ഫ്രണ്ടില് 2 സ്ലാബായിരുന്നു. അതിനെ ഓരോന്നായിട്ട് ഇളക്കി മാറ്റി. എന്നിട്ട് ഒരു സൈഡ് ആദ്യം വല സൈഡ് പൊളിച്ചു. അതിൽ പുറത്താണ് സിമന്റ് കൊണ്ട് പൂശിയിരുന്നത്. സിമന്റ് കെട്ടായിരുന്നു, ചുടുകല്ലായിരുന്നു. ഭസ്മം കഴുത്തുവരെ ഇട്ടതായിരിക്കും. പക്ഷെ അതിന് അല്പം കൂടി താന്ന് സെറ്റായതുകൊണ്ടായിരിക്കും അല്പം കൂടി താന്നിരിക്കുകയായിരുന്നു. ഇരിക്കുന്ന നിലയിലായിരുന്നു. മുഖം തിരിച്ചറിയാം. പിന്നെ നല്ല രീതിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം പുതച്ചിരിക്കുകയായിരുന്നു. അത് ഈ ഭസ്മത്തിന്റെയും കർപ്പൂരത്തിന്റെയും ഇതുകൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. വെള്ളയായിട്ടാണ് കണ്ടത് തോന്നിയത്. തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അറിയാം. എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഗോപൻ സ്വാമി എന്ന് തന്നെ അറിയാൻ കഴിയും. ഇരുന്നതെല്ലാം അതേപോലെ തന്നെയാണ്. പൂജാദ്രവ്യം ഇല്ല. ഈ കർപ്പൂരത്തിന്റെ സ്മെല്ല് അറിയാമായിരുന്നു. ഉണ്ടായിരുന്നു കർപ്പൂരം. എത്ര സമയം എടുത്തു അവിടെ എല്ലാ കാര്യങ്ങളും കൂടി? 7:15 തൊട്ട് 9:30 വരെ, 9:15 വരെ. അപ്പോ കാര്യം നമുക്ക് ഫോണെല്ലാം അവര് നമ്മളെ മാറ്റി വാക്കിയായിരുന്നു. ഇരിക്കുന്ന അവസ്ഥയില്ല. അല്ലല്ല, പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി. ടേബിളിൽ കിടത്തി മൊത്തം. പിന്നെ ജനപ്രതിനിധികളെ കൂടി നിർത്തി ഫോട്ടോ എടുത്തു. പിന്നെ അതിനുശേഷം ഇൻക്വസ്റ്റ് നടത്തി ആണ് കൊണ്ടുപോയി ആർഡിയുടെ സാന്നിധ്യത്തിൽ. ഇതിപ്പോൾ കൗൺസിലർ, അതായത് ഈ ഇൻക്വസ്റ്റ് സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കൗൺസിലറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് ഒരർത്ഥത്തിൽ അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. ആ വിവരം നമ്മൾ പറഞ്ഞതാണ്. എങ്ങനെയാണ് ഇരിക്കുന്നത്, വസ്തുണ്ടായിരുന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇനി
അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കുന്നു.